പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ CPI. പ്രധാനമന്ത്രിയുടെ അഭിസംബോധന മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമെന്ന് പി സന്തോഷ് കുമാർ MP ചൂണ്ടിക്കാണിക്കുന്നു. അന്വേഷണം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യം. ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടാക്ട് 5 സംസ്ഥാനങ്ങളിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഗ്രോസ് വയലേഷനാണ്. കാരണം എങ്ങനെയാണ് നിങ്ങൾക്ക് സെൻസർ TVയും ദൂരദർശനും ആകാശവാണിയും ഒക്കെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിലെ പാർട്ടികൾ ഉൾപ്പെടെ ഇങ്ങനെ വിമർശിക്കാൻ സാധിക്കുന്നത്? ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഈ സംവിധാനങ്ങളിലൂടെ പ്രസംഗം നടത്താനുള്ള അവസരമുണ്ട്. പ്രധാനമന്ത്രിക്ക് അതിനകത്ത് ഒരു എക്സംഷനൊന്നുമില്ല. പ്രധാനമന്ത്രി വളരെ ഗുരുതരമായ ഒരു ലംഘനം നടത്തി. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ CPI ഉള്ള നിലയിൽ ഈ കാര്യം ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ലംഘനമാണ് എന്നും നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിഷ്ണു പ്രസാദ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഇപ്പം സന്തോഷ് കുമാറിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. കോൺഗ്രസും സമാനമായ രീതിയിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊരു നാഷണൽ കാരിയറിലൂടെ വന്ന പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ തെരഞ്ഞെടുപ്പ് ബാക്കിയാണ്, അതവിടെ നിൽക്കുന്നുണ്ട്. നാഷണൽ കാരിയറിലൂടെ വന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഈ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ആര്യ, തീർച്ചയായും അതിൽ സന്തോഷ് കുമാർ പറഞ്ഞത് തന്നെയാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് BJP-യുടേതല്ല, പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രധാനമന്ത്രി തന്നെയാണ് നരേന്ദ്രമോദി. അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പശ്ചിമേഷ്യൻ പ്രതിസന്ധി അടക്കമുള്ള ചില വിഷയങ്ങൾ രാജ്യത്തിന് മുൻപിലുണ്ട്. അത്തരം വിഷയങ്ങളിലാകും പ്രതികരണമെന്ന് കരുതി. എന്നാൽ തീർത്തും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെ പോലെയുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രസംഗം മാത്രമായി മാറി പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഒട്ടും തന്നെ വസ്തുതയില്ലാതെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചിട്ടുള്ളത് എന്നും സന്തോഷ് കുമാർ MP ചൂണ്ടിക്കാട്ടി. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. CPI മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് തന്നെ പരാതി നൽകി. അതിൽ പ്രധാനമായും ആരോപിക്കുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്ന വേളയിൽ ഔദ്യോഗിക സംവിധാനങ്ങളെ തൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പ്രധാനമന്ത്രി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ CPI സമീപിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇന്നലെ മുതൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവർ ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നടത്തിയത് രാഷ്ട്രീയപരമായ അതരവ്യായാമം മാത്രമാണ് എന്നായിരുന്നു വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസും സമാനമായ നിലയിൽ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്ത് നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുമെന്നാണ് നോക്കിക്കാണുന്നത് എന്ന് സന്തോഷ് കുമാർ MP വ്യക്തമാക്കുകയും ചെയ്തതാണ്. വിഷ്ണു പ്രസാദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ CPI മാത്രമല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസും സമാനമായ പരാതി നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് കാണിച്ചു. ഇന്നലെ രാത്രിയാണ് മോദിയുടെ അഭിസംബോധന ഉണ്ടായിരുന്നത്. അത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന പരാതിയിൽ അത് കോൺഗ്രസ് നേതാവും AICC അംഗവുമായ അനിൽ അക്കര കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചാരണം നടത്തിയെന്നാണ് ഈ പരാതിയിൽ ആരോപിക്കുന്ന കാര്യം. ദൂരദർശനിലൂടെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ഈ സമയം അദ്ദേഹം രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്ന കാര്യം.